നമസ്കാരം. 2024 തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇരട്ട അംഗത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. ഭരണകക്ഷിയായ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് ഇത്തവണ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയേക്കില്ല എന്നുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. ടിസ്റ്റുകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ആന്ധ്രാപ്രദേശിൽ അവസാന ഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞിരുന്നു. തെലുങ്കുദേശം പാർട്ടി, ജനസേന പാർട്ടി എന്നിവയുമായി BJP സഖ്യത്തിൽ ഏർപ്പെട്ടതോടുകൂടിയാണ് ആന്ധ്രാപ്രദേശ് ആദ്യത്തെ ട്വിസ്റ്റിന് സാക്ഷ്യം വഹിച്ചത്. തെരഞ്ഞെടുപ്പ് NDA സഖ്യം തൂത്തുവാരും എന്നാണ് TDPയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. YSR കോൺഗ്രസിനെതിരെയും ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയും സഹോദരിയായ YS ഷർമിളയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് കോൺഗ്രസും വലിയ പ്രതീക്ഷകൾ ആന്ധ്രാപ്രദേശിൽ വച്ചു പുലർത്തുന്നുണ്ട്. ഫലത്തിൽ INDA എന്ന പ്രതിപക്ഷ മുന്നണി, NDA എന്ന ഭരണപക്ഷ മുന്നണി, അതിനോടൊപ്പം തന്നെ പ്രാദേശിക കക്ഷികൾ എന്നിവർ അണിനിരക്കുന്ന ത്രികോണ പോരാട്ടത്തിന് തന്നെയായിരിക്കും ആന്ധ്രാപ്രദേശ് വേദിയാകാൻ പോകുന്നത്. 25 ലോക്സഭാ മണ്ഡലങ്ങളും 175 നിയമസഭാ മണ്ഡലങ്ങളുമാണ് ആന്ധ്രയിലുള്ളത്. പാർലമെന്ററി പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ 9ാം സ്ഥാനമാണ് ആന്ധ്രാപ്രദേശിനുള്ളത്. 25-ൽ 4 സീറ്റുകൾ SC വിഭാഗക്കാർക്കും ഒരെണ്ണം ST വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 25-ൽ 22-ലും YSR കോൺഗ്രസ് തന്നെയായിരുന്നു വിജയിച്ചു കയറിയത്. 3 സീറ്റിൽ TDPയും എന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുക എന്നത് തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ള പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യം പുനഃസ്ഥാപിച്ചത് പോലും ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ സഖ്യം ഒന്നിച്ച് തന്നെയാണ് നേരിടാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിലുള്ള നിയമസഭകളിൽ ഒന്നിൽ കൂടി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി BJPക്ക് ഇവിടെയുണ്ട്. 2014-ൽ BJP ആന്ധ്രാപ്രദേശിൽ 4 നിയമസഭാ സീറ്റുകളും 2 ലോക്സഭാ സീറ്റുകളുമാണ് സ്വന്തമാക്കിയത്. അന്ന് TDPയുമായി സഖ്യത്തിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു നേട്ടം അത്രയും BJP സ്വന്തമാക്കിയത്. എന്നാൽ 2018-ൽ TDP NDA വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് നിയമസഭാ ലോക്സഭാ സീറ്റുകൾ BJPക്ക് നഷ്ടമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, BJPയുടെ പെട്ടിയിൽ വീണത് ആകെ 0.9% താഴെ മാത്രം വോട്ടുകളുമായിരുന്നു. 173 നിയമസഭാ സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിൽ 5 സീറ്റുകളിൽ മാത്രമാണ് 3ാം സ്ഥാനത്തെങ്കിലും സാന്നിധ്യം അറിയിക്കാൻ അന്ന് BJPക്ക് സാധിച്ചത്. എന്തായാലും ആന്ധ്രാപ്രദേശിലെ വോട്ടർമാർ ഇപ്പോൾ തല പുകയ്ക്കുന്നുണ്ട്. കാരണം സംസ്ഥാനം ഭരിക്കാൻ ഒരു പാർട്ടിയെയും ദേശീയ കാര്യങ്ങളൊക്കെ നോക്കാൻ മറ്റൊരു പാർട്ടിയെയും അവർ തെരഞ്ഞെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും BJPക്ക് അവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നുമില്ല. പക്ഷേ കേന്ദ്ര ഭരണം മോദിയിലേക്ക്, അതായത് ഈ മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു വലിയ പ്രചരണം അവിടെയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുമെന്നത് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചോളം നിർണായകമാണ്. അവർ ഒരേ സമയം തന്നെയാണ് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.